അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ കഴിഞ്ഞു. അടുത്തത് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഡൈല്യൂട്ട് അല്ലാതിരിക്കുന്ന കണ്ടീഷനുകളിൽ ചില സൊല്യൂഷനായി കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്ന സൊല്യൂഷൻസ് ഒക്കെ എന്താണ് ഇതുപോലെ നോൺ ഐഡിയൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. അവർ ഐഡിയലിസം കാണിക്കില്ല. ഐഡിയലിസം കാണിക്കാതെ എന്തുകൊണ്ടാണ്? ദേ ഡു നോട്ട് ഒബൈ റൂൾസ് ലോ. ഡു നോട്ട് ഒബൈ റൂൾസ് ലോ. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡു നോട്ട് ഒബൈസ് എന്താണ് റോൾസ് ലോ. റോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഡു നോട്ട് ഒബേ റോൾസ് ലോ ആണ്. അപ്പൊ റോൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പി ഐ ഇസ് ഈക്വൽ ടു പി നോട്ട് എക്സ് എ ആയിരിക്കോ? ഇങ്ങനെ ഈക്വൽ ആയിരിക്കോ? ഇതാണ് നമ്മുടെ റോൾസ് ലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? പി ഐ ഒരിക്കലും എന്താണ് ഈക്വൽ ആവില്ല. എന്തായിട്ട് പ്രൊഡക്റ്റ് ഓഫ് ദി പി നോട്ട് ആൻഡ് എക്സ് എ എന്ന് പറയുന്നതോട് പ്രൊഡക്ട്സിനോട് ഈക്വൽ ആയിരിക്കില്ല. അപ്പൊ എന്താണ്? പി എ നോട്ട് ഈക്വൽ ടു പി നോട്ട് എക്സ് എ ആണ്. ഡു നോട്ട് ഒബേ റോൾസ് ലോ ആണെങ്കിൽ പി എ നോട്ട് ഈക്വൽ ടു പി നോട്ട് എക്സ് എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ്? പി നോട്ട് ബി നോട്ട് ഈക്വൽ ടു പി നോട്ട് ബി എക്സ് ബി ആയിരിക്കും. ഇതാണല്ലോ കണ്ടീഷൻ റോൾസ് ലോ ഒബേ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, അപ്പൊ നമുക്ക് റോൾസ് ലോ ഒബേ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഐഡിയൽ സൊല്യൂഷനിൽ എന്താണ്? ഡെൽറ്റ എച്ച് മിക്സ് 0 ആയിരുന്നു. നോൺ ഐഡിയൽ സൊല്യൂഷന്റെ ഡെൽറ്റ എച്ച് മിക്സ് എന്തായിരിക്കും? അപ്പോ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. നോൺ ഐഡിയൽ സൊല്യൂഷന്റെ ഡെൽറ്റ എച്ച് മിക്സ് എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഡെൽറ്റ ബി മിക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ആ ഐഡിയൽ സൊല്യൂഷന്റെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ പറയുന്നത് അല്ലെ. എന്താണ്? ഡു നോട്ട് ഒബേ റൂൾസ് ലോ ആണ്. പി എ നോട്ട് ഈക്വൽ ടു പി നോട്ട് എക്സ് എ ആണ്. ആൻഡ് പി ബി നോട്ട് ഈക്വൽ ടു പി നോട്ട് ബി എക്സ് ബി ആണ്. അപ്പൊ നമുക്ക് ഇതൊന്നും ഈക്വൽ അല്ലാന്ന് കിട്ടി. അതുപോലെ ഡെൽറ്റ എച്ച് മിക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് ഒരിക്കലും എന്താണ് എനർജി ചേഞ്ച് എന്ന് പറയുന്നത് സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. അവിടെ എന്താണ്? there is a enthalpy change അല്ലെങ്കിൽ there is a energy change occur when we come to a solution. So ഒരു സൊല്യൂഷൻ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ എന്താണ്? ഒരു എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ ഒരു എനർജി ചേഞ്ച് അവിടെ ഉണ്ടാവാം. അതായത് എനർജി ഗെയിൻ ചെയ്യുകയോ എനർജി ലൂസ് ചെയ്യുകയോ ചെയ്യാം. അതാണ് ഡെൽറ്റ എച്ച് മിക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അടുത്തത് ഡെൽറ്റ വി മിക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. എന്താണ്? ഡെൽറ്റ വി മിക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഡെൽറ്റ വി മിക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഒരു സൊല്യൂഷൻ ആവുകയാണെങ്കിൽ അവരുടെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവാം. വോളിയം ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ വോളിയം ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാം. ആ ഒരു ചേഞ്ച് കാണിക്കാം. ആ ഒരു ചേഞ്ച് അവിടെ കാണിക്കും. അതുകൊണ്ടാണ് ഡെൽറ്റ വി മിക്സ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ അവിടെ ഇന്ററാക്ഷൻ എങ്ങനെ തന്നെയായിരിക്കും? എ interaction, BB interaction and AB interaction are not equal. ഇവര് എന്തല്ല ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല. ഇറ്റ്സ് നോട്ട് ഈക്വൽ. അവരൊരിക്കലും ഈക്വൽ ആയിരിക്കില്ല. ഇന്ററാക്ഷൻസ് ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല. അതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് അതാണ്. എന്താണ്? ഡീവിയേഷൻസ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ് കേട്ടോ. ഡീവിയേഷൻസ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 ഡീവിയേഷൻ ആണ് കാണിക്കുക. ഇനി ഞാൻ പറഞ്ഞു പോസിറ്റീവ് deviation and the negative deviation. പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും അങ്ങനെ 2 ഡീവിയേഷൻസ് ആണ് കാണിക്കുക. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ ആണ് ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് കാണിക്കുന്ന ഡീവിയേഷൻസ്. അപ്പൊ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? പി എ ഗ്രേറ്റർ ദാൻ പി നോട്ട് എക്സ്. അതായത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ സോൾവെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? അവരുടെ എന്താണ് പ്രൊഡക്റ്റ് റോൾസിലൂടെ ആ പ്രൊഡക്റ്റ് ഉണ്ട്. പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്ന വാല്യൂ ഇവരുടെ പ്രൊഡക്റ്റിനേക്കാളും
ഗ്രേറ്റർ വാല്യൂ ആയിട്ടാണ് കിട്ടുന്നത്, ഒരു പ്രൊഡക്റ്റിനേക്കാളും ഗ്രേറ്റർ വാല്യൂ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അവൻ എന്ത് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്? പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് പി നോട്ട് ബി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? പി നോട്ട് എ ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? പി നോട്ട് ബി എക്സ് ബി ആയിരിക്കും കേട്ടോ. ഇതാണ് കണ്ടീഷൻ, പോസിറ്റീവ് ഡീവിയേഷൻ്റെ കണ്ടീഷൻ ആണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം പോസിറ്റീവ് എന്ന് പറയാം, അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ എന്ന് പറയാം. അതുപോലെ തന്നെ ഡെൽറ്റ ബി മിക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് പറയാം. അപ്പോ ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഡെൽറ്റ എച്ച് മിക്സ് അഥവാ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് അവിടെ പോസിറ്റീവ് ആണ് വരിക. അപ്പൊ എൻതാൽപി ചേഞ്ച് പോസിറ്റീവ് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? അതായത് എനർജിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അവിടെ എനർജി ഗെയിൻ ചെയ്യാണ് ചെയ്യുക. എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻസ് വരുമ്പോഴാണ് അവിടെ നമ്മൾ എന്ത് പറയാ? ഡെൽറ്റ എച്ച് മിക്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആവുക. അപ്പോൾ ഒരു സൊല്യൂഷൻ ആവുമ്പോൾ അവിടെ എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻസ് ആണ്. എൻഡോതെർമിക് റിയാക്ഷനുകളുടെ ആണ് ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിട്ട് വരിക. അത് മാത്രമല്ല വോളിയം എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ആണ് ഉണ്ടാവുക. വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് സൊല്യൂഷൻ ആവുമ്പോൾ വോളിയം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. അപ്പൊ അതാണ് രണ്ട് കണ്ടീഷൻ, ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0, അതുപോലെ തന്നെ ഡെൽറ്റ ബി മിക്സും ഗ്രേറ്റർ ദാൻ 0 ആണ്, 0നേക്കാൾ കൂടുതൽ വാല്യൂ ആണ് വരിക. ഇന്ററാക്ഷൻ എന്താ പറയാ? എ ആൻഡ് ബി ബി ആർ ഗ്രേറ്റർ ദാൻ എ ബി interaction. എന്താണ്? A and BB interaction are greater than AB interaction. AB interactionsനേക്കാൾ കൂടുതൽ ഇന്ററാക്ഷൻ ആർക്കാണ് ഉണ്ടാവുക? AA ഇന്ററാക്ഷനും BB ഇന്ററാക്ഷനും. അതായത് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആയിരിക്കും എപ്പോഴും കൂടുതലാവുക. സോൾവെന്റ് സൊല്യൂഷൻ തമ്മിൽ ഒരിക്കലും എന്താണ് സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. ദെൻ ഇങ്ങനെ ഉണ്ടാവുന്ന ഇങ്ങനെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഇവര് പ്യുവർ കമ്പോണന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബോയിലിംഗ് പോയിന്റിനേക്കാളും കുറവ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും ഇവരെ സൊല്യൂഷൻ ആയിട്ട് ഇരിക്കുമ്പോൾ കാണിക്കാം. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഥനോളും വാട്ടർ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഥനോളും വാട്ടർ പറയാം. അപ്പൊ എഥനോളും വാട്ടർ പറയുകയാണെങ്കിൽ ഇത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്യുക. അതിനേക്കാളും കുറവ് ബോയിൽ പോയിന്റ് ആണ് എഥനോളിന് വേണ്ടത്. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസില് വാട്ടർ ബോയിൽ ചെയ്യുന്നത്, പ്യുവർ ആയിട്ടിരിക്കുമ്പോൾ ബോയിൽ ചെയ്യുന്ന ഈ വാട്ടർ എന്താ പറയാ, ഈ സൊല്യൂഷൻ ആയിട്ട് മാറുമ്പോൾ എന്താണ് എഥനോളുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആ സൊല്യൂഷൻ ആയിട്ട് മാറുമ്പോൾ അവരുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? 100ൽ നിന്ന് കുറയുന്നു. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചിരുന്ന വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് സൊല്യൂഷനായി മാറുമ്പോൾ 100നേക്കാൾ കുറയുന്നു. അതാണ് ഇത് എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുകളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് എന്താണ് മിനിമം ബോയിലിംഗ് പോയിന്റ് അറ്റ് ഇൻ സൊല്യൂഷൻ. എന്താണ് മിനിമം ബോയിലിംഗ് പോയിന്റ് ഇൻ സൊല്യൂഷൻ. സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ്? മിനിമം ബോയിലിംഗ് പോയിന്റ് ആണ് കാണിക്കുക. സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ മിനിമം ബോയിലിംഗ് പോയിന്റ് ആണ് കാണിക്കുക. അപ്പൊ ഇങ്ങനെ കാണിക്കുന്ന എന്താണ് ഈ ബിഹേവിയർസ് കാണിക്കുന്ന എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഒക്കെ എങ്ങനെയാണ്? പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക കേട്ടോ. കിട്ടിയല്ലോ? പോസിറ്റീവ് ഡീവിയേഷൻ ആയിട്ട് കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ ഒക്കെ ഈ ക്യാരക്ടറിസ്റ്റിക്സിലായിരിക്കും ബിഹേവ് ചെയ്യുക. ഇനി ഇതിന്റെ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം അല്ലെ. ഗ്രാഫ് അറിയേണ്ടതാണ് നിങ്ങൾക്ക്. അതുപോലെ എന്താണ് x is equal to 1, xb is equal to 0, xa is equal to 0, xb is equal to 1 ആയി. ഇവിടെ എന്താണ് ഒരു P0A വന്നു, ഇതൊരു P0B കിട്ടി. അപ്പൊ നമുക്ക് ഒരു ഐഡിയൽ ബിഹേവിയർ ഉണ്ടല്ലോ, നമുക്ക് ഒരു ഐഡിയൽ ഗ്രാഫ് ഉണ്ടല്ലോ. അപ്പൊ ആ ഐഡിയൽ ഗ്രാഫിൽ നിന്ന് എന്ത് ഡീവിയേഷൻ ആണ് കാണിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഐഡിയൽ ബിഹേവിയറിന്റെ ഒരു ഗ്രാഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്തേക്കാണ്. ആ ലീനിയറിസത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് കാണിക്കുക? ആ ഒരു സ്ട്രെയിറ്റ് ബിഹേവിയറിൽ നിന്ന് ഇവർക്ക് എന്ത് ചേഞ്ച് ആണ് അവർ കാണിക്കുക? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഒക്കെ ഗ്രേറ്റർ വാല്യൂ ആവല്ലേ ചെയ്യാം. ഗ്രേറ്റർ വാല്യൂ ആവുമ്പോൾ എന്താണ്
എന്ന് പറയുന്നത് കർവ്ഡ് ആയിട്ട് മാറും. ഇവിടെ എന്താണ് ഇവൻ പി ബി ഗ്രേറ്റർ ദാൻ പി നോട്ട് ബി എക്സ് ബി ആണ്. ഇത് പി എ ഗ്രേറ്റർ ദാൻ പി നോട്ട് എക്സ് എ ആണ്. ഇതെന്താണ് പി എഫ് ഗ്രേറ്റർ ദാൻ പി എ പ്ലസ് പി ബി ആണ് ഈ കർവ് കേട്ടോ. അപ്പൊ ഇതാണ് ഈ കർവ് ആണ് എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിന്റെ കർവ് ആണ്. വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് ആണ്. വേപ്പർ pressure composition curve of non-ideal solution which show positive deviation. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ് നെഗറ്റീവ് ഡീവിയേഷനിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് എന്താണ് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ഇതിന്റെ ഒക്കെ എന്താണ് കറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കി എന്താണ് പി എ ലെസ് ദാൻ പി നോട്ട് പി എക്സ് എ, അതുപോലെ എന്താണ് പി ബി ലെസ് ദാൻ പി നോട്ട് ബി എക്സ് ബി. ഡെൽറ്റ എച്ച് മിക്സ് എന്തായിരിക്കും ഡെൽറ്റ എച്ച് മിക്സ് എന്താ 0 ആയിരിക്കും. അതായത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഡെൽറ്റ ബി മിക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും 0 അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഡെൽറ്റ ബി മിക്സ് നെഗറ്റീവ് എന്ന് കാണിക്കാന്നുണ്ടെങ്കിൽ ഇവന് എന്തായിരിക്കും എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും. എക്സോതെർമിക് റിയാക്ഷൻ എന്താണ് ലൂസ് എനർജി ലൂസ് ചെയ്യാണ് ചെയ്യുക. എനർജി ലൂസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്താ പറയാ എക്സോതെർമിക് എന്ന് പറയുന്നത്. എനർജി ലൂസ് ചെയ്യാണ് എക്സോതെർമിക് ആയിട്ടുള്ള എന്തായിരിക്കും റിയാക്ഷൻ ആയിരിക്കും ആ സൊല്യൂഷൻ ആയിട്ട് സൊല്യൂഷന് ആവുമ്പോൾ കാണിക്കുക കേട്ടോ. സൊല്യൂഷൻ ആവുന്ന ആ പ്രോസസ് എന്ന് പറയുന്നത് എക്സോതെർമിക് ആയിരിക്കും. ഡെൽറ്റ വിമെക്സ് എന്ന് പറയുന്നത് 0 ആണ് വരിക. വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് വോളിയം ഡിക്രീസിംഗ് ആണ് കാണിക്കുക. വോളിയം ഡിക്രീസിംഗ് ആണ് കാണിക്കുക കേട്ടോ. ദെൻ AA and BB interaction less than AB interaction. AA BB interaction എന്ന് പറയുന്നത് AB ഇന്ററാക്ഷൻസിനേക്കാളും കുറവായിരിക്കും കാണിക്കുക കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ് മിനിമം പോയിന്റിലാണ് ഈ സൊല്യൂഷനിൽ കാണിക്കണമെങ്കിൽ ഇവരെന്താണ് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ HCl-ഉം വാട്ടറും കൂടി എടുക്കാൻ കഴിക്കാം. 100 ഡിഗ്രി സെൽഷ്യസില് ബോയിൽ ചെയ്യുന്ന വാട്ടർ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 100 ആയിരിക്കും. 100-നേക്കാളും കൂടിയ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും ആ സൊല്യൂഷൻ കാണിക്കുക. അപ്പൊ അതുകൊണ്ട് മാക്സിമം ബോയിലിംഗ് പോയിന്റ് ഇൻ സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ അവൻ എന്താണ് മാക്സിമം ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും കാണിക്കുക. എന്താ കാണിക്കുക മാക്സിമം ബോയിലിംഗ് പോയിന്റ് സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ മാക്സിമം ബോയിലിംഗ് പോയിന്റ് എന്നാണ് ബോയിലിംഗ് പോയിന്റ് ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നെഗറ്റീവ് ഡീവിയേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ XA is equal to 1, XB is equal to 0, XA is equal to 0, XB is equal to 1. എന്തായിരിക്കും P നോട്ട് കാണിക്കുന്നു. ഇവിടെ മാത്രമുള്ളൂ P നോട്ട് B മാത്രമുള്ളൂ. അങ്ങനെ വെച്ചാല് പ്യുവർ സ്റ്റേറ്റ് ആണ് അല്ലെ. ഇവിടെ സോൾവെന്റ് മാത്രമേ ഉള്ളൂ, ഇവിടെ സൊല്യൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഐഡിയ കാണിക്കാനായിട്ട് നമ്മൾ ഡോട്ടഡ് ലൈനില് എന്തായിരിക്കും റെപ്രസെന്റ് ചെയ്യും. അപ്പോ ഇവിടെ എന്താ കാണിക്കുന്നത് കുറവാണ് വാല്യൂ. പിയുടെ വാല്യൂ ഡിക്രീസിംഗ് ആണ് കാണിക്കുന്നത്. ആ ഡിക്രീസിംഗ് വാല്യൂ ആയതുകൊണ്ട് ആ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് കുറഞ്ഞു വരുന്ന കർവാണ് കേട്ടോ. അതുകൊണ്ട് ഡിക്രീസിംഗ് കർവാണ് കേട്ടോ. കർവ് പോലെ തോന്നുന്നില്ല അല്ലെ. ഇപ്പൊ കുറച്ച് കർവായില്ലേ. ഇതാണ് നെഗറ്റീവ് ഡീവിയേഷന്റെ കർവ് എന്ന് പറയുന്നത്. ഇതെന്താണ് ഇത് പി ബിയുടെ കർവാണ്, ഇത് പി എയുടെ കർവാണ്, ഇത് പി എസിന്റെ കർവാണ്. പി എയുടെ കർവ്, പി ബിയുടെ കർവ്, പി എസിന്റെ കർവ് കേട്ടോ. അപ്പൊ ഇത്രയാണ് എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ ഡീവിയേഷൻസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഇനി പഠിക്കാനുള്ളത്. ഈ എക്സാമ്പിൾസ് നമുക്ക് അടുത്തൊരു ടേബിളേറ്റ് ചെയ്തിട്ട്
നമുക്ക് പഠിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും നമുക്ക് പഠിക്കണം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ.